ദിവ്യാത്മാക്കൾക്ക് വിനീതമായ നമസ്കാരം. നമുക്ക് ആരോഗ്യവും ഐശ്വര്യവും ഉണ്ടാകുമ്പോൾ അതിൽ ഒരിക്കലും നാം അഹങ്കരിക്കരുത്. കാരണം ആ ഐശ്വര്യവും അതുപോലെ നമ്മുടെ ആരോഗ്യവും ഏതു നിമിഷവും തകർന്ന് തരിപ്പണമാകാവുന്നതാണ്. അതിനാൽ അവയെല്ലാം തന്നെ ഈശ്വരൻ്റെ അനുഗ്രഹമായി കണ്ട് ധർമ്മം പുലർത്തി കൂടുതൽ വിനയാനിതരായി ജീവിക്കുകയാണ് വേണ്ടത്. അതുകൊണ്ട് കവി പറയുന്നു, ഐശ്വര്യം കൈവരും നേരം ഗർവു കാട്ടാതെ ധർമ്മം പുലർത്തുവാൻ കൈവന്നൊരൈശ്വര്യം ദൈവകാരുണ്യമെന്നോർക്കൂ. നാം വളരെ ശ്രദ്ധയോടുകൂടി ജീവിക്കേണ്ട ഒരവസ്ഥയാണ് ഈ ഐശ്വര്യം എന്ന് പറയുന്നത്. അത് കൈവരുമ്പോൾ ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം കേമനാണ് എന്നും എനിക്ക് അസാധ്യമായി ഒന്നുമില്ല എന്നുമെല്ലാം തോന്നും. അത് വെറും തോന്നൽ മാത്രമാണ്. ഏത് നിമിഷവും തകർന്നു പോകാവുന്നതാണ് നമ്മുടെ ഐശ്വര്യവും സൗന്ദര്യവും ആരോഗ്യവും എല്ലാം തന്നെ. അതിനാൽ ഇവയെല്ലാം ദൈവകാരുണ്യമാണെന്നോർത്ത് എല്ലാവരോടും വിനയത്തോടുകൂടി പെരുമാറുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ശാശ്വതമായ സമാധാനം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ. ഐശ്വര്യം കൈവരുന്നേരം ഗർവ്വു കാട്ടാതെ ധർമ്മം പുലർത്തൂ. എത്ര വലിയ ഒരു സത്യമാണ് ഈ 4 വരികളിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. ഓരോ സുഭാഷിത രത്നങ്ങളും നിരന്തരം മനനം ചെയ്ത് നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കേണ്ടതാണ്. എപ്പോഴാണോ മനസ്സിനെ ഐശ്വര്യതിമിരം ബാധിക്കുക എന്നറിയില്ല. നാം അറിയാതെയാണ് നാം അജ്ഞതയിലേക്ക് ആണ്ടുപോകുന്നത്. അങ്ങനെ ആണ്ടുപോകാൻ അനുവദിക്കാതെ വിവേകത്തോടുകൂടി വിചാരം ചെയ്ത് മഹത്വാണികളെ ശ്രവിച്ച് മഹാത്മാക്കളുടെ ജീവിത രീതികളെ അനുകരിച്ചുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി വേണം ഈ ലോകത്തിൽ ജീവിക്കാൻ. അല്ലെങ്കിൽ പതനം സുനിശ്ചിതമാണ്. പതനം വരാതിരിക്കാൻ നാം വളരെ ഉറച്ച കാൽവെപ്പോടുകൂടി ശ്രദ്ധയോടുകൂടി മുന്നേറേണ്ടതാണ്. അപ്പോൾ മാത്രമേ ജീവിതം വിജയം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഐശ്വര്യം കൈവരുന്നേരം ഗർവ്വു കാട്ടാതെ ധർമ്മം പുലർത്തുവാൻ കൈവന്നൊരൈശ്വര്യം ദൈവകാരുണ്യമെന്നോർക്കൂ. എല്ലാം ദൈവത്തിൻ്റെ കാരുണ്യമായി കണ്ടുകൊണ്ട് കൂടുതൽ വിനയാനിതരായി ഈശ്വര ഭക്തിയോടുകൂടി സഹജീവികളെ സ്നേഹിച്ചും ക്ഷമിച്ചും പുറത്തും ജീവിക്കുന്ന ഒരാൾക്കിവിടെ ശാന്തി ഉണ്ടാവുക സ്വാഭാവികമാണ്. ഒരിക്കലും ശാന്തി ദേവത അവരെ വിട്ടുപിരിയുകയില്ല.